Hi dears, how are you? Okay, welcome to our Hindi class. In the last class we have learned about Kajaki story, a wonderful story is this. Yes, today we are going to start in the rest exercise. Okay, all of you take your books, open page number 14. Page number 14. Shabdarth first. Yes, 8 important word meanings is there. Yes, first Smriti, memory. Smriti, memory. Hamsamukh, cheerful. Pasine se tar, sweeted. Aram, rest. Suryast, sunset. Sahsa, suddenly. Ruansa, cheerful. Harkara, messenger. That's over. All of you should write in your notebook word and English meaning only. Okay. Yes. Next, मुहावरे हवा के घोड़े पर उड़ना, बहुत तेज भागना. मुहावरे idioms हवा के घोड़े पर उड़ना ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. യെസ്, बहुत तेज ഭാഗന, സ്പീഡിൽ ഓടുന്നതിനാണ് ഹവാ കെ ഘോടെ पर ഉഡ്ന എന്ന് പറയുന്നത്. ഹവ, കാറ്റിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന പോലെ തോന്നുക, അതായത് സ്പീഡിൽ പോകുന്നതിനാണ് പറയാം. ബാട്ട് ജോഹന പറഞ്ഞാൽ പ്രതീക്ഷാകരണം, നല്ല പ്രതീക്ഷിച്ച് ആരെങ്കിലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. കജാക്കിയെ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ പ്രേംചന്ദ്. നൗ ദോ ഗ്യാരഹ് ഹോന, ഭാഗ് ജാന, അപ്രത്യക്ഷ ഹോന. നൗ ദോ ഗ്യാരഹ് ഹോന പറഞ്ഞാൽ എന്താ? അപ്രത്യക്ഷമാവുക. ഭാഗ് ജാന, ഓടിപ്പോവുക, പെട്ടെന്ന് കാണാതാവുക. ഇതിനാണ് നൗദോ ഗ്യാരഹ് ഹോന എന്ന് പറയുന്നത്. ഓക്കെ, ലിസൺ. പ്രശ്നോं के उत्तर दे. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മൗഖിക് ക്വസ്റ്റ്യൻസ്. മൗഖിക് മീൻസ് ഓറൽ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കജാക്കി ബാലക് കെ ലിയെ ക്യാ ലായാ ഥാ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നാൽ ആൻസർ എഴുതേണ്ടതെന്ന്. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് പെൻസിൽ. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കുറേ 2-3 വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കജാക്കി ബാലക് കെ ലിയെ ക്യാ ലായാ ഥാ. യെസ്, skip the question word. What is the question word? Kya. Then avoid it. Then write hiran ka bacha. ഹിരൺ കാ ബച്ച. കജാക്കി ക്വസ്റ്റ്യൻ ഇതാണ്. കജാക്കി എന്ന് പറയുന്ന ആ ആൾ, നമ്മുടെ പോസ്റ്റ്മാൻ, എന്താണ് കുട്ടിക്ക് വേണ്ടി, ബാലകന് വേണ്ടി എന്ത് കൊണ്ടുവന്നു? അതായത് പോയിട്ട് വൈകിയില്ലേ ഒരു ദിവസം വരാൻ. അപ്പോൾ വൈകിയപ്പോൾ പിണങ്ങിയിരുന്നപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ സാധനം? എന്തായിരുന്നു? ഹിരൺ കാ ബച്ച, ദ ബേബി ഡിയർ. ഹിരൺ കാ ബച്ച. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാ? കജാക്കി ബാലക് കെ ലിയെ ഹിരൺ കാ ബച്ച ലായാ ഥാ. അങ്ങനെ തന്നെ എഴുതണം, ഫുൾ ആൻസർ എഴുതണം. ഇതെന്താണ്? 1 വേർഡ് ആൻസറാണ്. ഇതുപോലെയല്ല നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേണ്ടത്. ഐ വാണ്ട് ഫുൾ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക്. കജാക്കി ബാലക് കെ ലിയെ ഹിരൺ കാ ബച്ച ലായാ ഥാ. ഓക്കെ, സെക്കൻഡ് വൺ, ബാലക് ഘർ സെ ആട്ട ക്യോം ലേ ഗയ. കുട്ടി വീട്ടിൽ നിന്ന് ആട്ട എടുത്ത് ഓടി. എന്തിനു വേണ്ടിയിട്ടാ? യെസ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കജാക്കിക്ക് വിശക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വിശന്നിരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാലക് ഘർ സെ ആട്ട ക്യോം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്? ക്യോം. അതായത് ക്യോം സ്കിപ്പ് ചെയ്തിട്ട് അവിടെ വേണം ആൻസർ എഴുതാൻ. ആൻസർ ഇസ് ദിസ്: കജാക്കി भूखा न रहने के लिए, भूखा न रहने के लिए.
कजाकी भूखा न रहने के लिए आटा ले गया. അപ്പം എങ്ങനെ വരിക? बालक घर से आटा कजाकी भूखा न रहने के लिए ले गया. ओके. यस. थर्ड क्वेश्चन. राइट इट डाउन. कजाकी ने बालक के लिए क्या भिजवाया? കജാക്കി ആ കൂട്ടുകാരൻ ആ കൊച്ചു കുട്ടിക്ക് വേണ്ടി എന്തോ കൊടുത്തു വിട്ടു. അയച്ചത് എന്താണ്? ക്യാ ഭിജുവായ, കൊടുത്തയച്ചത് എന്താണ്? ഇൻമേം ക്വസ്റ്റ്യൻ വേർഡ് ക്യാ. ദെൻ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് റൈറ്റ് കമൽ കെ ഘട്ടെ. കമൽ കെ ഘട്ടെ. ഘട്ടെ സ്വീറ്റ്സ് ആണ്. എന്തോ ഒരു കമൽ കെ പലഹാരമാണ് കൊടുത്തു വിട്ടത്. അപ്പം എങ്ങനെ എഴുതണം? കജാക്കിനെ ബാലക് കെ ലിയെ കമൽ കെ ഗട്ടെ ഭിജുവായ. ഓക്കെ. ക്വസ്റ്റ്യൻസ് വൺസ് മോർ. കജാക്കി ബാലക് കെ ലിയെ ക്യാ ലായാ ഥാ? കജാക്കി ബാലക് കെ ലിയെ हिरन का बच्चा लाया था. सेकंड वन, बालक घर से आटा क्यों ले गया? बालक घर से आटा कजाकी भूखा न रहने के लिए, न मीन्स नहीं, विशकादिरिക്കാൻ, न रहने के लिए ले गया. थर्ड वन, कजाकी ने बालक के लिए क्या भिजवाया? क्या भिजवाया? यस, कजाकी ने बालक के लिए कमल के गट्टे ഭിജുവായ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്തിട്ട് ഈ ആൻസർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ക്യാ. സെക്കൻഡ് വൺ ക്യോ. തേർഡ് വൺ ക്യാ. അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ നേരെ പെൻസിൽ വെച്ചിട്ട് ഇത് മൂന്നും എഴുതിയെടുക്കുക. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാം. അഭിനയ് കർത്തെ ഹുയെ പാഠ് കാ യഹ് അംശ് പഠേ. അതായത് പാഠത്തിലെ ആ ഭാഗങ്ങൾ, കജാക്കി അവർ ബച്ചയ്ക്ക് ബാച്ചിത്, കജാക്കിയും കുട്ടിയും തമ്മിലുള്ള ആ സംഭാഷണം, കോൺവെർസേഷൻ. ബാബുജി അവർ കജാക്കി ഗുസ്സ കർത്തേത്തെ. അതുപോലെ കുട്ടിയുടെ ഫാദർ കജാക്കിയോട് എന്ത് ചെയ്യുന്നുണ്ട്? ഷൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇത് രണ്ടും നമ്മൾ അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്നിപ്പോൾ ഏതായാലും പറ്റില്ല, നിങ്ങൾ അവിടെ നിന്ന് അഭിനയിച്ചാലും എനിക്ക് കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറന്നിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പോൾ നമുക്കതങ്ങ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ മൗഖികിൽ. ഓക്കെ, ഗെറ്റ് ഇറ്റ്? യെസ്. ലിഖിത ക്വസ്റ്റ്യൻ. लिखित मीन्स रिटर्न क्वेश्चन. फर्स्ट क्वेश्चन, एक दिन कजाकी सूर्यास्त तक क्यों नहीं दिखाई दिया? അപ്പം എന്നും സമയത്തിന് ജോലി ചെയ്യുന്ന ആളാണ്, ഒരു മടിയില്ലാത്ത ആളാണ്, ക്ഷീണം എന്താണെന്ന് പോലും അറിയില്ല, വിശ്രമം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് ആര്? കജാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് വരാൻ വൈകിപ്പോയി. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു ദിവസം കജാക്കി സൂര്യാസ്തമനം വരെ കജാക്കിയെ കാണാൻ സാധിച്ചില്ല. എന്താ കാരണം? കജാക്കി हिरण के बच्चे को उसके मां तक इसलिए कजाकी सूर्यास्त तक
ഇത് സ്കിപ്പ് ചെയ്യാനെന്നുള്ള ഇതുപോലെ എഴുതിയാൽ മതി. കജാക്കി ഹിരൺ കെ ബच्चे को उसकी माम तक पहुंचाने के लिए घूमता था. കജാക്കി ഹിരൺ കെ ബच्चे ആ ബേബി ഡിയറിനെ അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു, ആകെ ചുറ്റി നടന്നു. ഇസ്ലിയെ കജാക്കി അതുകൊണ്ട് കജാക്കി സൂര്യാസ്ത തക് नहीं दिखाई दिया. കജാക്കിക്ക് സൂര്യാസ്തമനം വരെ എവിടെ എത്താൻ സാധിച്ചില്ല. ഓക്കെ, ഇതുപോലെ തന്നെ എഴുതിയാൽ മതി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Okay, write it down. A second one. कजाकी लेखक को कंधे पर लिए दौड़ता तो उसे कैसा अनुभव होता था. ഫുൾ ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ വെച്ചിട്ട് ലിഖിത് ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതൽ നിർബന്ധമാണ്. നോട്ട് മാത്രമല്ല ടെക്സ്റ്റ് ഞാനിനി ചെക്ക് ചെയ്യൂ കേട്ടോ. എ സെക്കൻഡ് വൺ. കജാക്കി ലേഖക്ക് കന്തേപ്പർ ലിയെ ദൗഡത്താത്ത. കജാക്കി ലേഖകിനെ, ലേഖക് മീൻസ് പ്രേംചന്ദ് ജിയെ കന്തേപ്പർ തോളിലെടുത്ത് ഇങ്ങനെ ഓടുമ്പോൾ കൈസാനുഭവം ഹോത്താ ഹെ, എന്ത് അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൽ സ്കിപ്പ് ചെയ്യാനുണ്ട്. കൈസ അനുഭവ് ഹോത്താ ഥ എന്ന് സ്കിപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, വിട്ടുപോയാൽ തെറ്റിപ്പോവും. കൈസ അനുഭവ് ഹോത്താ ഹെ എന്ന് ഒഴിവാക്കുക. സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് അത്രയുണ്ട്. കൈസ അനുഭവ് ഹോത്താ ഥ എന്നിട്ട് എഴുതുക. കജാക്കി ലേഖകോ കന്ധേ പർ ലിയേ ദൗഡത്താ തോ ഉസേ ലഗ്താ, അദ്ദേഹത്തിന് തോന്നും, ലഗ്താ कि वो हवा के घोड़े पर, वह हवा के घोड़े पर उड़ा जा रहा है. उड़ा जा रहा है. അപ്പോൾ കജാക്കി ലേഖകൻ്റെ തോളിൽ കയറിയിട്ട് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൈസ അനുഭവ് ഹോത്താ ഥ എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് എഴുതുക. എന്താണ് അപ്പോൾ ആൻസർ എങ്ങനെ വരും? കജാക്കി ലേഖകോ കന്ധേ പർ ലിയേ ദൗഡത്താ തോ ഉസേ ലഗ്താ കി, അദ്ദേഹത്തിന് തോന്നും കി എന്തെന്നാൽ വഹ് ഹവാ കെ ഘോഡേ പർ, അവൻ കാറ്റിൽ കുതിരപ്പുറത്ത് ഉടാ ജാ രഹാ ഹെ, ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ അനുഭവപ്പെടും. ഓക്കെ, തേർഡ് വൺ. ഗെറ്റ് ഇറ്റ്? ഡു യു ഹാവ് എനി ഡൗട്ട്? യെസ്, നോ. കജാക്കി കോ നൗകരി സെ ക്യോं നികാലാ ഗയാ? കജാക്കി കോ നൗകരി സെ ക്യോं നികാലാ ഗയാ. ഇതിനകത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആൻസർ ഫുള്ള് ഇവിടെ എഴുതി തരാം. കജാക്കി കോ, കജാക്കി സമയ പർ, ഇതിൽ അവോയ്ഡ് ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ എഴുതിയാൽ മതി. കജാക്കി സമയ പർ टाक का थैला, टाक का थैला नहीं लाया. इसलिए കജാക്കി, ഇതുകൊണ്ടാണ് കജാക്കി നൗകരി സെ निकाला गया. കജാക്കിക്ക് സമയത്തിന് ഠാക്ക് കാ ഥൈല, പോസ്റ്റ് ഓഫീസിലെ ലെറ്റേഴ്സ് എത്തിക്കാൻ സാധിച്ചില്ല. ഇസ്ലിയെ, ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് കജാക്കിക്ക് നൗകരി സെ നിക്കാലാ ഗയ, ജോലിയിൽ നിന്നും പോവേണ്ടി വന്നത്.
ജോലിയിൽ നിന്ന് പുറത്താക്കിയത് കാരണം ഇതാണ്. ഖജാക്കിക്ക് സമയത്തിന് ടാക്ക് ക ധൈല, ധൈല മീൻസ് ബാഗ്. എന്തിൻ്റെ ബാഗ്? ടാക്ക് ക ധൈല. പോസ്റ്റ് ഓഫീസിലെ ലെറ്റേഴ്സ് തിരിച്ചെത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. ഓക്കെ, ഫോർത്ത് വൺ. What is the fourth question? कजाकी डाक खाने में पहुँच कर क्या करता था? कजाकी डाक खाने में क्या करता था? Skip the question word. What is the question word? क्या करता था? Then avoid it. क्या करता था न avoid या ഒഴിവാക്കുക. क्या करता था underline. क्या करता था? Then कजाकी डाक खाने में पहुँच कर okay थैला रख कर, थैला, थैला मीन्स बैग, थैला रख कर लेखक के साथ खेलता. थैला रख कर लेखक के साथ खेलता. इങ്ങനെ എഴുതണം. कजाकी टाक खाने में पहुँच कर क्या करता എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അവിടെ എഴുതാം. थैला रख कर लेखक के साथ खेलता. ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചിങ്ങോട്ട് എഴുതി തരരുത്. ഇതുപോലെ അല്ലെങ്കിൽ ഞാൻ വീണ്ടും എഴുതിപ്പിക്കും. ഓക്കെ, ഫിഫ്ത്ത് വൺ. कजाकी कैसा आदमी था? കജാക്കി കൈസ ആദ്മി ഥ, എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു കജാക്കി? യെസ്, കജാക്കി കൈസ, ക്വസ്റ്റ്യൻ വേർഡ് കൈസ അണ്ടർലൈൻ. ദെൻ റൈറ്റ് കജാക്കി ഹംസമുഖ് സാഹസി और जिंदा दिल आदमी था. साहसी हंसमुख आदमी था. മതി. ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്തിട്ട് എഴുതാം. കൈസ അവോയ്ഡ് ചെയ്തിട്ട് സാഹസി അവർ ഹംസമുഖ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്? കൈസ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലെയും ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കിയിട്ട് വേണം ഇത് എഴുതാൻ. ഇതിന് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, ഇത് അതുപോലെ എഴുതിയാൽ മതി. ഇതും അതുപോലെ എഴുതിയാൽ മതി. ഇതും ഇതും ഫിഫ്ത്ത്, സെക്കൻഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്തിട്ട് എഴുതാം. ओके, हाउ यू डन? यस, नेक्स्ट. सही उत्तर पर टिक लगाए. पुट टिक ऑन करेक्ट आंसर. टिक, पुट टिक ऑन करेक्ट आंसर. ओके. कजाकी क्या बचता हुआ दौड़ता था? കജാക്കി ക്യാ ബച്ചത്താ ഹുവ, സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ പോവാറില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പോവാറില്ലേ? യെസ്, കറക്റ്റ് ആൻസർ ചുൻ ചുന. ടിക്ക് ദ കറക്റ്റ് ആൻസർ ചുൻ ചുന. തേർഡ് വൺ ഓപ്ഷൻസ് ഘണ്ടി, ബല്ല് തബല, ചുൻചുന, ഇക്താര. ചുൻചുന എന്ന് വെച്ചാൽ എന്താ? ആ കിലുക്കം അല്ലേ, ഇങ്ങനെ കുട്ടികൾ കളിപ്പിക്കുന്ന ചുൻചുന. ആൻസർ ഈസ് चुनचुना. ए सेकंड वन. क्या सूखा आटा खाऊंगा? किसने कहा? आर പറഞ്ഞേ. क्या सूखा आटा खाऊंगा? ഡ്രൈ ഫ്ലോർ ആണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചത് ആരാണ്? कौन किससे कहा? किसने कहा? बाबूजी ने. ഫാദർ ആണോ പറഞ്ഞേ? ഖജാക്കിനെ. ഖജാക്കിയാണോ? ലേഖകനാണോ? മുന്നു ആണോ? ഹു ഇസ് മുന്നു? എസ് ബേബി ഡി, മുന്നു. നോ, ആൻസർ ഈസ് ഖജാക്കിനെ. ഖജാക്കി. ഓക്കെ. സഹി ഉത്തർ पर टीक लगाएं. കജാക്കി ക്യാ ബച്ചത്താ ഹുവാ ദൗഡ്താ ഥാ. എന്ത് ഇളക്കിക്കൊണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് കജാക്കി വന്നത്? ഘണ്ടിയാണോ? അല്ല. തബലയാണോ? അല്ല.
चुनचुना, yes, that's correct answer. क्या सूखा आटा खाऊंगा? എന്താ ഡ്രൈ ഫ്ലോർ ആണോ കഴിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ബാബുജി അല്ല, നോ, കജാക്കിനെ. യെസ്, ദാറ്റ്സ് കറക്റ്റ് ആൻസർ. കജാക്കിയാണ് പറയുന്നത്. അതായത് കജാക്കി വിശന്നിരിക്കുന്നുണ്ടാവും എന്ന് പെട്ടെന്ന് ഓർത്ത് കജാക്കി കാണാനുണ്ടായിരുന്നു. അപ്പോൾ വിശന്നിരിക്കുന്ന കജാക്കിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് മെല്ലെ അടുക്കളയിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ആട്ട എടുത്തിട്ട് ഒറ്റ ഓട്ടം. അപ്പോൾ ഇത് കണ്ട കജാക്കി പറഞ്ഞ മറുപടി എന്താ? ഭലേ ഹാത്ത്, എനിക്ക് നല്ല 2 കൈകളുണ്ട്, പിന്നെ നല്ല കൈകളിൽ ആരെങ്കിലും വിശന്ന് മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ലിസൺ, वंस मोर क्वेश्चन आंसर लिख दे. एक दिन कजाकी सूर्यास्त तक क्यों नहीं दिखाई दिया? लिसन, एक दिन कजाकी सूर्यास्त तक कजाकी हिरन के बच्चे को उसकी माम तक पहुंचने के लिए घूमता था. അമ്മയെ തിരഞ്ഞുകൊണ്ട് നടക്കുകയെന്ന് इसलिए കജാക്കി സൂര്യാസ്ത തക് नहीं दिखाई दिया. ഇതുപോലെ തന്നെ എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ വേർഡ് ഒന്നും ഒഴിവാക്കാനില്ല. എ സെക്കൻഡ് വൺ, കജാക്കി ലേഗ് को कंधे पर लिए दौड़ता तो उसे कैसा अनुभव किया? തോളിലേറ്റി ഇങ്ങനെ കജാക്കി പോകുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്താ? ക്വസ്റ്റ്യൻ അതിൽ ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്ത് എഴുതുക. അണ്ടർലൈൻ ദ ക്വസ്റ്റ്യൻ വേർഡ്. കൈസ അനുഭവ് ഹോത്താ ഥാ, അത്രേ അവോയ്ഡ് ചെയ്തിട്ട് എഴുതേണ്ടത്. കജാക്കി ലേഗ് को कंधे पर लिए दौड़ता तो उसे लगता कि वह हवा के घोड़े पर उड़ा जा रहा है. ओके. थर्ड वन, കജാക്കി को नौकरी से क्यों निकाला गया? അത് കജാക്കി, അതും ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ എഴുതിയാൽ മതി, മാറ്റമൊന്നുമില്ല. കജാക്കി സമയ पर टाक का थैला नहीं लाया, टाक का थैला नहीं लाया इसलिए കജാക്കി നൗക്കരി से निकाला गया. സമയത്തിന് ടാക്ക് കാ ഥൈല, പോസ്റ്റ് ഓഫീസിലെ ബാഗ് എത്തിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പുറത്താക്കിയത്. ഓക്കെ. ഫോർത്ത് വൺ, കജാക്കി ഡാഖാനെ में पहुँच कर क्या करता था? അതും ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്യാനുള്ളതാണ്, അവോയ്ഡ് ചെയ്യേണ്ടത്. ക്യാ കർത്താ ഥാ എന്നാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? കജാക്കി ഡാഖാനെ में पहुँच कर थैला रख कर, ബാഗ് വെച്ചിട്ട് लेखक के साथ खेलता. आरा लेखक? एस प्रेमचंद जी के साथ खेलता. एस लास्ट क्वेश्चन, കജാക്കി കൈസ ആദ്മി ഥാ? കജാക്കി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? കജാക്കി, അതും ക്വസ്റ്റ്യൻ വേർഡ് അവോയ്ഡ് ചെയ്യുക. അണ്ടർലൈൻ ദ ക്വസ്റ്റ്യൻ വേർഡ് കൈസ, ദെൻ റൈറ്റ് കജാക്കി സാഹസി और हमसमुख आदमी था. साहसी और हमसमुख आदमी था. और you should write in your notebook also. നീറ്റായിട്ട് വൃത്തിയായിട്ട് വേണം എഴുതാൻ. ഓക്കെ. or you should write in your notebook neatly and study well. Okay. Thank you. See you next class.